ഇന്ന് നമുക്ക് മാഗി ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഞങ്ങൾ എണ്ണിട്ട് ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ഓഫ് ഡേയിൽ ഞങ്ങൾ എണ്ണിക്കുന്ന സമയത്താണ്. പിന്നെ ചോറുണ്ടു, പക്ഷെ ഇതൊരു കഴിക്കാത്ത മാതിരി ഒരു സംഭവം. അപ്പോൾ പിള്ളേർക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു. അപ്പം ഒരു സ്പെഷ്യൽ മാഗി ഒന്ന് അയക്കാം. സാധനം ഉണ്ടാക്കുന്ന പോലല്ലാതെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ രീതിയിൽ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ മുട്ട നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാൻ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ എടുത്ത് പെട്ടെന്ന് തന്നെ ഇതാക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം അങ്ങനെ ചെയ്താൽ എപ്പോഴും ഉടഞ്ഞു പോകും. അപ്പം കഴിക്കുമ്പോഴേക്കും ഒരു കുറച്ച് കട്ടിയായിട്ട് മുട്ട കിട്ടണമെങ്കിൽ പതിയെ ഇതായാലും എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് ചെയ്യാം. സ്പൂണിട്ട് ഇളക്കല്ലെന്നാണ്, ഈ നോൺ സ്റ്റിക്ക് പോവും. നമ്മൾ കൈ കിട്ടിയത് ഇളക്കുന്നതാണ്. എനിക്ക് മാഗിക്കകത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കണം. എനിക്കത് ഇഷ്ടമില്ല. മുട്ട മാഗി കഴിയുമ്പോൾ കടിക്കണം മുട്ട, അപ്പോൾ ടേസ്റ്റ് വരണം. ചിലപ്പോൾ നല്ല റെസ്റ്റോറൻറ്റില്ല ഫ്ലഫി ആയിട്ടുള്ള ഓംപ്ലേറ്റ്, അത് വേണം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ചെറിയ തീ ഒന്ന് കൂട്ടി വെക്കാം. നമുക്കൊരു പതിയെ മാറ്റി കൂട്ടണം. അതിനകത്ത് ജസ്റ്റ് ഒരു കുരുമുളക് ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ, കാരണം വേറെ ഇടുന്ന ആവശ്യമില്ല, മാഗിയിൽ വരുന്നതല്ല. റെഡി ആയിട്ടുണ്ട്. ഇല്ല, എനിക്ക് ഇങ്ങനെ മുട്ട കിട്ടണം, എന്നാൽ കടിക്കാൻ പറ്റും. ഇത് കുറച്ചൊക്കെ ഉടയണം, കുഴപ്പമില്ല, പതിയാക്കാം. ഉണ്ടോ ഇങ്ങനെ കിട്ടണം. മറ്റേപോലെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ മാഗി എനിക്ക് മുട്ട കടിക്കുള്ളൂ. ഒരാൾ ഞങ്ങളെ തപ്പി വന്നിട്ടുണ്ട്. ഇവനെ കാണാൻ ഞങ്ങൾ അടുക്കളയിൽ വന്ന കുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഞങ്ങളെ തപ്പി വന്നിട്ടുണ്ട് ഒരാൾ. എന്നാ ഞങ്ങൾ മാഗി ഉണ്ടാക്കുവാണ്. നിങ്ങൾ ഫോൺ കണ്ട ഉടനെ ചിരിക്കുവേ. ചിരിച്ചു കാണിച്ചേ. ഏയ് കള്ളച്ചിരിയാണ്. വലിയൊന്നുമില്ല, ചെറിയ നമ്മുടെ ഇപ്പോൾ ക്യാരറ്റ് ഉണ്ടായിരുന്നു, സവാള ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇന്ത്യൻ സ്റ്റൈലല്ലേ കുറച്ച് കറിവേപ്പിലും ഇടാന്ന് വെച്ചു. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം വെച്ചാൽ ക്യാരറ്റ് സമയം എടുക്കും ആയി വരാം. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം ഒരുമിച്ചിടാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം മാറ്റി വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് തന്നെ ഒന്ന് വാടട്ടെ. സാധാരണ മാഗി ഇടുന്ന എങ്ങനെ വെള്ളം ഒഴിക്കുന്നു, മാഗിയുടെ പൊടി ഇടുന്നു, മാഗി എടുത്തിടുന്നു, അങ്ങനെ ഉണ്ടാക്കാറ്. നമ്മളിന്ന് കുറച്ച് ഇതായിക്കോട്ടെ വിചാരിച്ച് ഇത്ര സാധനം ഇടുന്നു. അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ മുളക് പൊടി, നമ്മുടെ പെപ്പർ, നമ്മുടെ ഗരം മസാല, ചിക്കൻ മസാല ഒരു പൊടിക്ക് ഒരു ഇതിന് വേണ്ടി, പിന്നെ നമ്മൾ മൊട്ട സാധനം ഉണ്ട് കേട്ടോ. ഒന്ന് മൂത്ത് വരട്ടെ, ഇതൊക്കെ നമുക്ക് പൊടി ഇടാം. മുളക് പൊടി ഇടാം. ഇത് കാശ്മീരിയാണ്, അത് പേടിക്കണ്ട. കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ കൂടെ നല്ലതാണ് മാഗി കഴിക്കുമ്പോഴേക്കും. പിന്നെ ഒരു ഗരം മസാല ഇല്ല, പക്ഷെ എന്നാലും ഒരു മനസ്സിന് സംതൃപ്തിക്ക് വേണ്ടി മാത്രം. നിങ്ങൾ ചിക്കൻ കറിയാണ് വെക്കുന്നത്, അതിനുള്ള മസാല ഇട്ടിട്ടുണ്ട്. അതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല ടേസ്റ്റാണ് എല്ലാം കൂടെ വരുമ്പോൾ, മൂത്ത് വരുമ്പോൾ. ഈടെ സ്റ്റോക്ക് ഇടണം, അതിൻ്റെ സ്റ്റോക്ക് 3 എടുത്തേക്കണം കേട്ടോ. ഞാനുണ്ട്, ഇവളുണ്ട്, അമ്മയുണ്ട്, പിന്നെ അവനും കഴിക്കും. മാഗിയുടെ സ്റ്റോക്കും സെറ്റായി. അപ്പം ഇപ്പോൾ ഈ കളർ വേണമെന്ന് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇത് കാശ്മീരിയാണ്. അപ്പം മാഗിയുടെ സ്റ്റോക്കുകളായി കഴിഞ്ഞപ്പം നല്ലൊരു മണമുണ്ട്. ഒന്ന് മൂക്കട്ടെ. ആ പച്ചമണമൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ആവശ്യം വെള്ളം ഒഴിക്കണം. ഞാൻ വെള്ളം ഈ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കണം. ഇവിടെ പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഇപ്പോഴത്തെ എല്ലാം വെള്ളം ചൂടുവെള്ളം, പൈപ്പ് തുറന്ന ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്കൊക്കെ ബാത്റൂമിൽ പോകാൻ പറ്റുന്ന പാടെ പേടിയാണ്. വീട്ടിൽ നമ്മൾ തിളച്ച കാപ്പിക്കൊക്കെ ഇത് വെള്ളം പോലെ വരണം.
ഇത് കറക്റ്റ് നിങ്ങൾ പറഞ്ഞ കറി പോലല്ലേ? കറിക്കുണ്ട്. ഇത് മാഗിയാണ് നിങ്ങൾ കറിയാണ് ഉണ്ടാക്കുന്ന ആൾക്കാർ ചോദിക്കും. പക്ഷെ മാഗിയാണ് വന്ന് കഴിയുമ്പോഴേക്കും ഒരു സൂപ്പ് ടൈപ്പില്ലേ, ആ ടൈപ്പ് ഉണ്ടാക്കും. ഇത് വെള്ളം എന്തായാലും പറ്റും. ഇത് പറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്തരം കളറൊന്നും കാണില്ല, പേടിക്കണ്ട. പിന്നെ ഇത് കുറച്ച് എണ്ണ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് കുറച്ചും കൂടെ കളർ കാണിക്കുന്നത്. നമുക്ക് മാഗി ഇടാം. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഇതിനകത്ത് കിടന്ന് വെച്ചാവും. എന്നാലും പണ്ട് തൊട്ടേ ഇത് ശീലിച്ചതുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം മതിയെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചും കൂടി ഒഴിക്കേണ്ടി വരും. ഇത് നമുക്ക് നോക്കാം. ഒരു കുറച്ച് വെള്ളം കൂടെ വേണം. ഇത് വിളിക്കട്ടെ. ഇതെല്ലാം ഒന്ന് മുക്കി വെക്കുക. നമുക്ക് മാത്രമല്ല, അത് പെട്ടെന്ന്. ഞാനിപ്പോഴും പറയുന്നു, ആരും പേടിക്കണ്ട. കളറ് കണ്ട് ഇതിപ്പം കണ്ടോണം. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ, കാരണം നമ്മൾ മസാലയൊക്കെ ഇട്ടായിരുന്നല്ലോ. ഇപ്പം ശരിയാകും. നല്ല മണം വരുന്നുണ്ട് ആ മസാലയുടെയൊക്കെ. ഓക്കെ, ഇപ്പം നിങ്ങൾ ആ പേടിച്ച കളറൊന്നും ഇല്ലല്ലോ, ആണല്ലേ? ആദ്യം നല്ല പേടി നോക്കണ്ട. അപ്പം നല്ല കുഴമ്പ് വരിക. നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ട ആഡ് ചെയ്യാം. അങ്ങോട്ട് മുട്ട അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും മുട്ട മിക്സാണ്. പിന്നെ ഇനി 2 സ്പൂൺ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും മുട്ട സ്പ്രെഡായി. നല്ല കുഴമ്പ് പരുവത്തിൽ ഇനി വിളമ്പോ.